നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ ഇതുപോലെ ഒരു ഈവനിങ് സ്പെഷ്യൽ ഉണ്ടാക്കി നോക്കിയേ. ഇതിന് വേണ്ടി ചെറുപയർ പരിപ്പാണ് വേണ്ടത്. ഇനി ഈ ചെറുപയർ പരിപ്പ് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക. ചെറുപയർ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതലാവണ്ട, ഒരു 2 വിസിൽ അത്രയും മതി. ഇനി ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞ് കുറച്ചൊരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 പിടി അളവിൽ നാളികേരം ചിരുവിയതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേരം ആവശ്യത്തിന് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം വേവിച്ചെടുത്ത് ചെറുപയർ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി വേണിച്ചാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം വെള്ളമില്ലാതെ പാനിയാക്കി എടുത്താൽ മതി. അധികം മധുരം വേണ്ടാത്തവർക്ക് ഒരു 5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. മധുരം ഇഷ്ടപ്പെടുന്ന മധുരപ്രിയർക്ക് കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ. ശർക്കരയിൽ നിന്ന് ഇതുപോലെ ഒന്ന് വെള്ളം വരെ അതൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണേ. തവി കൊണ്ട് ഇളക്കാൻ കുറച്ചൊന്ന് ടൈറ്റ് വരും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ ചേർക്കണ്ട. ഒരടുക്ക് പാത്രത്തിൽ 2 കരണ്ടി അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാമേ. കൈ കൊണ്ട് തൂക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വിട്ട് വരുന്ന വെച്ച് കറക്റ്റ് പരുവായിന്നാണ് കേട്ടോ. ഇത് മാറ്റി ഒരു കിണ്ണത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ സൈഡും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ വരുന്ന ബാക്കി നെയ്യ് മാവിലോട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ അരിമാവ് എടുത്ത് ഒരേ കട്ടിയിൽ എല്ലായിടത്തും ഒരുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ ഇടയിൽ വരുന്ന മുക്ക് മൂലയൊക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ ചെറുപയർ പരിപ്പിൻ്റെ മിക്സ് എല്ലായിടത്തും ഒരുപോലെ ആവണ പോലെ ആക്കി കൊടുക്കാം. കൈ കൊണ്ടൊന്ന് പരത്തിയെടുത്താൽ മതിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ഒപ്പാക്കി കൊടുത്താൽ മതി. ഇനി ബാക്കി മാവ് കൊണ്ട് ഈ ചെറുപയറിൻ്റെ മിക്സിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടി കിട്ടില്ല, ഒന്നും വിരലും കൂടെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ കിട്ടും. ഇനി ഒരു 10-15 മിനിറ്റ് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചൂടാറിയ ശേഷം ഇതുപോലെ ഒന്ന് കൊട്ടിയാൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്താണ്, മുറിച്ചെടുത്തിട്ട് ആവശ്യാനുസരണം കഴിക്കാം. അപ്പം എങ്ങനെ ഈ റെസിപ്പി ട്രൈ ചെയ്യല്ലേ?